ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവാനന്ദു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം, വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്തത്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ രാശിഫലം കഴിഞ്ഞു, അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാസ്റ്റത്തെ ഭാഗം എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുള്ളൂ. അപ്പൊ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം? ഇപ്പം ശനി പുറകോട്ട് പോവുക അല്ലെ? ശനി പുറകോട്ട് പോകുന്നില്ല. ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്നതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമുക്കൊരു ഇറിലേഷൻ ചെയ്തതാണ്. നമുക്കൊരു ശരിക്കും ഒരു സെർട്ടൺ ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അതല്ലെങ്കിൽ ഒരു ഗ്രഹം സ്പീഡിൽ മുമ്പോട്ട് പോകാമെങ്കിൽ എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും, പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഇറിലൂഷൻ ആണ് ശരിക്കും വക്രഗതി സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ജാതകത്തിൽ ലാ എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത്, അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലഗ്നം എവിടെയാണോ, ലഗ്നം മേടം ലഗ്നമാണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക. ഇനി എന്താണ് നിൽക്കുന്ന അത് രാശിയിൽ നിൽക്കുക, രാശി ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ. നമ്മുടെ വിധി എന്താണ്, എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ്. അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. ശനി ഒരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോൾ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കും. എന്നിരുന്നാൽ ഈ വക്രഗതി സംഭവിക്കും, നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും, അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം വരിക, പ്രതികൂലം വരിക, ഇതൊക്കെ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അല്ലെ. അപ്പം വക്രഗതി വരുന്നത് 2024 ജൂൺ 29 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ഏകദേശം 4.5 മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത്. എല്ലാ വർഷത്തിലും തന്നെ ശനി എന്തെങ്കിലും വക്രഗതി വരുമ്പോൾ ഏകദേശം 4.5 മാസമാണ് വരിക. നമ്മൾ പറയുകയെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് 5ാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് 9ാം രാശി വരെ സൂര്യൻ പോകുമ്പോഴാണ് എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക. അപ്പൊ ഏകദേശം ജൂൺ 29 മുതൽ എന്താണ് നവംബർ 15 വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത്. 12:35 രാവിലെ 12:35 ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക, ജൂൺ 29. അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളൊക്കെയാണ് തരിക. അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനമായിട്ട് പറയുന്നുണ്ടാവും. നമുക്ക് പോവാം അല്ലെ. മേട ലഗ്നത്തെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മേടരാശിയെ സംബന്ധിച്ചോളം ശനി വരിക എന്ന് പറയുന്നത് 11ാം ഭാവത്തിലാണ്. 10-11 ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത്. വെച്ചാൽ കേന്ദ്രാധിപത്യമുള്ള ശനിയാണ്. കേന്ദ്രാധിപത്യം എന്ന ശനി അതിന് 11 നിൽക്കുക. ശനി അവിടെ നിന്നുകൊണ്ട് 1, 5, 8 ഭാവത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ നമുക്കൊരു പുനർചിന്തനയൊക്കെ നടത്താൻ പറ്റിയ സമയമാണ് ഈ 4.5 മാസം എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് ചിന്തിച്ച് നമുക്ക് വീണ്ടും ആ തെറ്റൊക്കെ ഒന്ന് തിരുത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. 11 ശനി എന്ന് പറയുന്ന ലാഭസ്ഥാനമാണ് അല്ലെ. ലാഭസ്ഥാനമാണെങ്കിലും ശനി ഇവിടെ എന്താണ് വക്രത്തിലാണ് നിൽക്കുന്നത്. വക്രത്തിലാണെങ്കിലും ഈ ശനി എന്താണ് 10ാം ഭാവാധിപനാണ്. 10ാം വെച്ചാൽ കേന്ദ്രാഭാവാധിപനാണ്. കേന്ദ്രാഭാവത്തിനാണ് ലാഭസ്ഥാനത്ത് നിൽക്കുക. ശനി എന്ന് പറയുന്ന ഒരു എന്താണ് ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ഗ്രഹമാണ് അല്ലെ. അപ്പം ആ ഗ്രഹം കേന്ദ്രത്തിൽ വരും, 10ാം ഭാവാധിപനായി വരുമ്പോൾ എന്താണ് അതിന്റെ ശുഭത്വം സ്വീകരിക്കുന്നു അല്ലെ, ഒരു നന്മ സ്വീകരിക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ് നല്ല ഫലങ്ങളാണ് മേടരാശിയെ സംബന്ധിച്ചോളം ചെയ്യുക എന്ന് പറയുക. ശനി വക്രത്തിൽ വരുമ്പോൾ പൊതുവെ എന്താണ് തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് പുരോഗതിയൊക്കെ പറയാവുന്ന സമയം തന്നെയാണ്. പെട്ടെന്ന് ഫലം പ്രദാനം ചെയ്യും. ഇപ്പൊ വക്രത്തിൽ ശനി വരിക എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിലും സ്പീഡും പെട്ടെന്ന് സഡൻലി ഒരു ചേഞ്ചസ് ആണ് ശനി കൊണ്ടുവരുന്നത് ഈ ഒരു വക്രഗതിയിൽ വരുമ്പോൾ ശനി. അപ്പം പെട്ടെന്ന് ഓരോ മാറ്റങ്ങള് ജീവിതത്തിലായാലും ഇതൊക്കെ വരാം. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടും എഡ്യൂക്കേഷനൊക്കെ നല്ല സമയം തന്നെയാണ്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ നമുക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ നമുക്ക് തിരുത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരം ഈ ഒരു 4.5 മാസത്തിൽ ഒരുങ്ങി വരും. സോ അതൊന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. വരുമാനമൊക്കെ നമുക്ക് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യും, അധികാര ലബ്ധി ലഭിക്കും.
വരുമാന മാർഗങ്ങൾ, നമുക്ക് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. നിലനിൽക്കുന്ന വരുമാന മാർഗങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വരികയാണെങ്കിൽ വക്രത്തില് നമ്മുടെ ശനി വരുമ്പോൾ മേടരാശിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, പെട്ടെന്നാണ് ശനി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ധൃതി കാരണം ടെൻഷൻ കൂട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടെൻഷൻ പൊതുവെ ഒന്ന് കൂടി വരുന്ന അവസ്ഥ കാണാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നന്ദിയുണ്ടെങ്കിൽ പോലും ഈ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആദ്യം അല്ലെ സ്ട്രെസ് ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പൊതുവെ വക്രത്തിൽ ശനി വരുമ്പം ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മേടരാശി സംബന്ധിച്ച്. പൊതുവെ മേടരാശിക്ക് നല്ല ഫലങ്ങളാണ് ഈ വക്രത്തിൽ ശനി വരുമ്പോൾ ചെയ്യുക. ഇത്രയൊക്കെയാണ് മേടരാശി അല്ലെ മേടലഗ്നം സംബന്ധിച്ച് ഈ ഒരു ഫലം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇടവക്കൂറ് അഥവാ ഇടവരാശി അഥവാ ഇടവൻ ലഗ്നം, ഓക്കെ, ഇടവരാശി അഥവാ ഇടവൻ ലഗ്നക്കാരുടെ ഫലമാണ് നമ്മൾ പറയുക. അപ്പം ഇടവരത്നത്തെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് ശനി വരിക അല്ലെ. കണ്ടകശനി ആയിരുന്നു, അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടും കേട്ടോ. ഒരു തരത്തിൽ നോക്കുകയെങ്കിൽ അങ്ങനെ നോക്കുകയെങ്കിൽ ഒരു സമാധാനം കിട്ടും. അതുപോലെ തന്നെ 10 ശനി കേന്ദ്രാധിപതി ശനിയാണ്. 9, 10 ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത്. ആ ശനി 10ാം ഭാവത്തിലാണ് നിൽക്കണേ. ശനി ഇവിടെ യോഗകാരകനാണ്. യോഗകാരകനായ ശനി വക്രം വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ വക്രം വരുന്നത് നല്ലതല്ല. ഗോഡ് ഗുഡ്. പക്ഷെ നിങ്ങൾക്ക് നല്ല എല്ലാ കാര്യങ്ങളും കുറച്ച് ഗുണഫലങ്ങളൊക്കെ ചെയ്യും. ഒരിടത്ത് കണ്ടകശനിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ സമാധാനമൊക്കെ കിട്ടും. ഓക്കെ, കണ്ടകശനിയിൽ നിന്ന് ദോഷത്തിന് വക്രഗതിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ഒരു അഴിവ് സമാധാനമൊക്കെ നമുക്ക് കിട്ടും ജീവിതത്തിൽ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ തൊഴിൽ ശനിയുടെ അല്ല ഇടവരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ശനി വക്രത്തിൽ വരുമ്പോൾ നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ട. ഇപ്പൊ തൊഴിലിന് കയറ്റം ഇതൊക്കെ പറയാവുന്ന കാര്യമാണ്. പുതിയ തൊഴിലുകൾക്ക് പുതിയ തൊഴിൽ അന്വേഷിച്ച് പോകുന്നവർക്ക് അത്ര നല്ലതല്ല. പക്ഷെ ഇപ്പൊ ഒരു തൊഴിലുണ്ട്, ആ തൊഴിലിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് നമുക്ക് ഒരുപാട് സ്ഥാന കയറ്റം ഒക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു തൊഴിൽ പോയി നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു, എന്നാൽ ആ തൊഴിലൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. തൊഴിലൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അധ്വാനഭാരമൊക്കെ കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് തൊഴിലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല അധ്വാനഭാരം ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എത്രയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇവിടെ ശനി വക്രഗതിയിൽ വരുമ്പോൾ കേന്ദ്ര ത്രികോണ രാജയോഗം ഒക്കെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാവുന്നതാണ്. പൊതുവെ അനുകൂലമായ സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ തൊഴിലിനൊക്കെ ഇച്ചിരി ഭാരം കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യും, അതിന് കൃത്യമായ പ്രതിഫലം നമുക്ക് കിട്ടും. 4, 7, 12 ഭാവങ്ങളിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. പൊതുവെ കുഴപ്പമില്ല. ടെൻഷനൊക്കെ ഒന്ന് വർദ്ധിക്കും. എന്തെങ്കിലും ചെയ്യാനായാലും അതിനൊക്കെ ഒരു ടെൻഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. പുതിയൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ പുതിയൊരു തൊഴിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടും. ബിസിനസ് ആയാലും നിങ്ങൾ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കൂടും. അപ്പൊ പുതിയൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓൺലൈൻ ടെൻഷൻ ഇല്ലേന്ന് ചോദിക്കും, ഉണ്ടാവും. ബട്ട് ഇതൊരു എക്സ്ട്രാ നമുക്കൊരു ടെൻഷൻ കൂടും. കാരണം ശനി എന്ന് പറയുന്നത് ഇവിടെ വക്രത്തിൽ വരുമ്പോൾ ശനി എന്ത് കാര്യം പെട്ടെന്ന് സഡൻലി ഓരോ കാര്യങ്ങൾ ചെയ്യും. അമിതമായ വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ടെൻഷൻ കൂടും, സ്ട്രെസ് കൂടും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു കാര്യത്തിന് നമുക്ക് ചെലവുകളൊക്കെ വർദ്ധിക്കും. ഈ ചെലവുകളൊക്കെ വർദ്ധിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒന്ന് പയ്യെ കുറച്ചെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. ആ ചെലവ് കൂടുമ്പോൾ നമുക്ക് കൃത്യമായി വിരോധിച്ചാൽ അത് നമുക്ക് കുറച്ചെടുക്കണം. അപ്പൊ ആ നേരത്തെ പോയി ചിന്തിക്കല്ല, ഇപ്പൊ എന്തോരം ചെലവെടുത്ത് വെച്ചാലും ആ ചെലവൊക്കെ കുറഞ്ഞോളൂല്ലോ, അപ്പൊ കൂടുതൽ പോയി കടം വാങ്ങാം. കടമൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ലഭിക്കും. പക്ഷെ അനാവശ്യമായി പോയി മേടിക്കല് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആവശ്യത്തിന് പോയി മാത്രം, ആവശ്യമാണെങ്കിൽ മാത്രം ലോൺസ് ഒക്കെ അപേക്ഷ എടുക്കുക. അനാവശ്യമായിട്ട് എടുത്തു കളയാതിരിക്കുക. പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങുവാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിച്ചു മാത്രം ഇറങ്ങുക. കാരണം അത്യാവശ്യം നല്ല തുടക്കാവസരങ്ങൾ നല്ല ടെൻഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചെലവ് നമുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്താൽ കുറച്ചെടുക്കാവുന്നതാണ്. നമുക്ക് വാഹനമൊക്കെ വാങ്ങാൻ യോഗമുള്ള സമയമാണ്. കാരണം ഈ ചെലവ് നമുക്ക് വരണില്ല. അപ്പൊ നമുക്ക് നല്ല ചെലവാക്കി എടുക്കാമല്ലോ. അപ്പം ഒരു വാഹനം വാങ്ങാം, വീട് നമുക്ക് പുതുക്കി പണിയാല് വീടിന് എന്തെങ്കിലും കേടുപാടുകളുണ്ട് ശരിയാക്കി എടുക്കാം. ഒരു വാഹനം വാങ്ങാൻ പറ്റിയില്ല, വാഹനത്തിന് എന്തെങ്കിലും കേടുണ്ട്, ഒന്ന് നന്നാക്കണം വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. കോപമൊക്കെ ഒന്ന് ഇച്ചിരി വർദ്ധിക്കും. അത് ജീവിത പങ്കാളി ഒന്ന് ശ്രദ്ധിക്കുക, വീട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കുക. ഇടവരാശിക്കാരുടെ ദേഷ്യം ഇച്ചിരി ഒന്ന് പൊട്ടിക്കൊന്ന് കൂടും. നിങ്ങളും അത് കൺട്രോൾ ചെയ്യുക.
വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നടക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ അതിന് മനസ്സിലാക്കി നിങ്ങളത് കൺട്രോൾ ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ പഴയ വിഷയങ്ങളൊന്നും എടുത്തിടാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. നിങ്ങൾ അനാവശ്യമായിട്ട് പഴയ വിഷയങ്ങൾ എടുത്തിട്ട് പ്രശ്നമാക്കി മാറ്റാതിരിക്കുക. അതേപോലെ തന്നെ ജീവിതത്തില് സംസാരം ഒന്ന് പയ്യച്ച് കുറയ്ക്കുന്ന ഈ ഒരു 4 മാസം കാലം നല്ലതായിരിക്കും. കാരണം ദേഷ്യം, ഞാൻ പറഞ്ഞില്ല, ദേഷ്യം പെട്ടെന്ന് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്, ഈ ഒരു 4.5 മാസം എന്ന് പറയുന്നത്. അപ്പം ആ ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അനാവശ്യ സംസാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത്. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചതൊക്കെ വന്നാലും 2-3 ദിവസത്തേക്കൊന്നും മിണ്ടാതിരിക്കുക. അതല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. വളക്കെട്ട് മിണ്ടാതിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുകയും ആ വിഷയത്തെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ പ്രശ്നം ഓൾറെഡി ഓട്ടോമാറ്റിക്കലി സോൾവ് ആയിട്ട് കിട്ടും. ഓക്കെ, അതങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുതിയൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. വളരെ ജാഗ്രതയോടെ ഇറങ്ങുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടവരാശിയെ സംബന്ധിച്ചത് ഗുണകരമാണ്. എന്നിരുന്നാലും എന്താണ്, യോഗകാരകനായ ശനി ആണ് വക്രത്തിൽ വന്നേക്കണേ. അതിൻ്റെതായ ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അനുകൂല ഫലങ്ങളൊക്കെയാണ്. കാരണം നിങ്ങൾക്ക് കണ്ടകശനി ആയിരുന്നല്ലോ, ആ കണ്ടകശനിയുടെ ആ കാഠിന്യമൊക്കെ ഒന്ന് കുറഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കണം. മിഥുന ലഗ്നം അഥവാ മിഥുന രാശി, ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 9ാം ഭാവത്തിലാണല്ലോ ശനി വരിക. അപ്പൊ 9ാം ശനിയാണ് വക്രത്തിലാവുന്നത്. പൊതുവെ മിഥുന രാശിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നടക്കുന്നില്ല, ഒന്നും നടന്നു കിട്ടുന്നില്ല എന്നൊരു ചിന്തയൊക്കെ ഉള്ളിലുള്ളവരാണ് ചെറുതായിട്ട് മിഥുന രാശിയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ. നിങ്ങൾ പുറമെ പറയാതിരുന്നോ, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, ഞാൻ ആ കാര്യം ആഗ്രഹിച്ച് നടക്കുന്നില്ലല്ലോ, ഞാൻ ഇന്ന ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ നടക്കുന്നില്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ അവന്റെ കൂടെ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റുന്നില്ല, അല്ലെ ഇത് പഠിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റുന്നില്ല, ഒന്നും നടന്നു കിട്ടുന്നില്ല എന്ന ചിന്താഗതി ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വക്രഗതിയിൽ ശനി വരുന്നത് നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ വലിയ നന്മകളൊന്നും ചെയ്യുന്നില്ല, വലിയ ദോഷങ്ങളും ചെയ്യുന്നില്ല. ഇതാണ് ശനി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ത്രികോണാവധിയാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. 9ാം ഭാവാധിപനാണ് ശനി, 8-9 ഭാവാധിപനാണ് ശനി. അപ്പൊ എന്താണ്, ത്രികോണാധിപതിയാണ് ശനി. ആ ശനി എന്താണ് 9 തന്നെയാണ്. സ്വക്ഷേത്രത്തിൽ ശനിയുടെ ക്ഷേത്രത്തിൽ ഞാൻ നിൽക്കുക. പുതിയ വലിയ പ്രശ്നങ്ങളോ വലിയ നന്മകളോ ഒന്നുമില്ല. ശനി എന്താണ്, ദോഷം ചെയ്യുന്ന അല്ലെ നന്മയുള്ള സ്ഥലത്തൊന്നും മിഥുനത്തിന് നന്മയുള്ള സ്ഥലത്തൊന്നും ശനി പ്രശ്നം കൊണ്ട് വരുന്നില്ല. 3, 6, 11 ഭാവങ്ങളിലാണ് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുക. നമുക്ക് നല്ല സപ്പോർട്ട് ലഭിക്കുക. നമ്മുടെ ജീവിതത്തില് നമുക്ക് പെട്ടെന്നൊരു സപ്പോർട്ട് ലഭിക്കുക. സഹായത്തിന് ആൾക്കാർ വരും, പക്ഷെ ഇതെന്നാ പ്രതീക്ഷിക്കാതെ തരത്തിൽ പെട്ടെന്നൊരു സഹായം ലഭിക്കുക. നമ്മൾ പോലും വിചാരിക്കില്ല അയ്യോ ഇവര് നമ്മളെ സഹായിക്കുന്നു, അങ്ങനെ ഒരു സഹായം ലഭിക്കുക. അതേപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുക. അതുപോലെ നമ്മൾ അനാവശ്യമായ ശത്രുത, അനാവശ്യമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് ശരിയാക്കി തരുന്ന സമയമായിരിക്കും എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം വെച്ചാൽ നിങ്ങൾ പേരെയോ ബുക്കോ എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും. കാരണം എന്താ, എല്ലാം ശരിയാക്കി തരുന്ന മിഥുനരാശിയെ സംബന്ധിച്ചോടെ ഈ ശനി വക്രത്തിൽ വരുന്ന നിങ്ങൾക്ക് എല്ലാ പൗരത്തിനും ശരിയാക്കി തരുന്ന ശനിയാണ്. ഒരു നന്മയും പ്രദാനം ചെയ്യുന്നില്ല, വലിയ തരത്തിൽ നന്മ പ്രദാനം ചെയ്തില്ലെങ്കിൽ പോലും ദോഷങ്ങളൊന്നും ചെയ്യാതെ ശനി നോക്കണം. അതിനൊരു ഒരു പ്ലസ് ആണല്ലോ. കാരണം ഒരുത്തൻ വീരൻ പോവുകയാണ്, അവന്റെ മണ്ടലോട്ട് കൊട്ടരി കൊണ്ട് ചെല്ലാതെ എന്ത് ചെയ്യണോ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു ദോഷത്തിനും ഇല്ല. പക്ഷെ എന്ത് ചെയ്യാം, ചെറിയ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, അനാവശ്യ ശത്രുക്കളെ കുറച്ചു വരും, അനാവശ്യമായ പ്രശ്നങ്ങളെ കുറച്ചു വരും, ഇതൊക്കെ ശരിയാക്കി തരും. ഓക്കെ, ഈ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാനും സഹായിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പേപ്പറും പേന എടുക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പൂർണ്ണമായിട്ട് അത് എഴുതുക. എന്നിട്ട് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം ചിന്തിക്കുക. ചുമ്മാ പ്രശ്നം എഴുതി വെച്ചുകൊണ്ടിരിക്കാതെ പ്രശ്നം എഴുതി വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന ശരിയും വന്ന് കണ്ട് ദൈവമാണ് ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്, ഓക്കെ ഈ ഓരോ പ്രശ്നങ്ങൾ മാറ്റിയാക്കാം എന്ന് വിചാരിക്കല്ല, നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ പ്രശ്നങ്ങൾ എഴുതിയിട്ട് നമ്മളത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളിലേക്ക് തരും. അപ്പൊ പൊതുവെ ഇത്രയൊക്കെയാണ് ശനിയുടെ മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നത്. മിഥുനരാശിയെ സംബന്ധിച്ച് ഇവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ല കേട്ടോ, വലിയ ഗുണങ്ങളോ അല്ല വലിയ ഫലങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നില്ല. ഓക്കെ എന്ന രീതിയിൽ പോകുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, അത് കുറയ്ക്കാനും പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. നിങ്ങൾ നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, നമ്മുടെ പ്രശ്നത്തെ
കുറയ്ക്കാൻ വേണ്ടി ഒരു പക്ഷെ നിങ്ങൾ കുറെ നാളായിട്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം, നിങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹമായിരിക്കും, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കാം, എന്തുകൊണ്ടും ആയിക്കോട്ടെ നിങ്ങളെ സഹായിക്കാൻ ഒരു തരത്തിൽ സഹായം തന്നെയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നന്മയൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ശ്രമിക്കുക. നിങ്ങൾ തമാശയായിട്ട് വിട്ടുകളയാതെ നിർബന്ധമായിട്ട് എടുത്ത് ഒരു പേപ്പറും പേന എടുക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുക കേട്ടോ. ഓരോ പ്രശ്നങ്ങളും എഴുതിയിട്ട് അതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്ത് ചെയ്യണം, അതിനു വേണ്ടി എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക, പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്താൻ സാധിക്കും. കാരണം വലിയ പ്രശ്നങ്ങൾ പോലും ഈ നിസ്സാരമായ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വന്നേക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് പൊതുവെ മിഥുന രാശിയുടെ ഫലം എന്ന് പറയുക. കർക്കിടക രാശി അഥവാ കർക്കിടകല്ലേ, കർക്കിടക രാശി സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ ഇവർക്ക് 8ലാണ് ശനി വന്നിരിക്കുന്നത് അല്ലെ, അഷ്ടമ ശനിയായിരുന്നു. അപ്പം 7ാം ഭാവാധീനമാണ് അല്ലെ, കേന്ദ്രാവധിയാണ് ശനി എന്ന് പറയുന്നത്. കേന്ദ്രാവധത്തിൽ നിൽക്കുന്ന ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുക അല്ലെ, 8ൽ നിൽക്കുക. അപ്പം ഈ ശനി എന്ന് പറയുന്നത് പൊതുവെ എന്താണ്, ഇവർക്ക് കർക്കിടക രാശിക്ക് അത്ര അനുകൂലമായിട്ട് ഫലങ്ങളൊന്നും അല്ലായിരുന്നു പ്രദാനം ചെയ്യുക. ഇച്ചിരി മോശമൊക്കെ അവസ്ഥയായിരുന്നു. എന്നാലും ശനി വക്രത്തിൽ വരുന്നത് ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണ്. കാരണം കേന്ദ്രാവധിയുള്ള ശനിയാണ്, കേന്ദ്രാവധിയായ ശനിയാണ് അഷ്ടമത്തിൽ വന്നിരിക്കുന്നത്. അത് വക്രഗതിയിൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. 2, 5, 10 ഭാവങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അല്ലെ. അപ്പം അതിൻ്റെ അനുകൂല ഫലങ്ങളും പ്രധാനമൊക്കെ ചെയ്യും. നമുക്ക് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചെടുക്കാനൊക്കെ സാധിക്കും. പൊതുവെ ശനിയുടെ എന്താണ് നോക്കുകയാണെങ്കിൽ, കർക്കിടകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ ഇവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വ്യാഴം എന്ന് പറയുന്നത് 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത് അല്ലെ, ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്, അനുകൂലമായി നിൽക്കുന്നത്. രാഹുഗ്രഹത്തിലും കുഴപ്പമില്ലാതെ അവിടെ നിൽക്കണം. കർക്കിടക രാശിക്ക് അല്ലെ കർക്കിടക ലഗ്നത്തിന് മറ്റു ഗ്രഹങ്ങളെ നോക്കുകയാണെങ്കിലും അവർ വലിയ കുഴപ്പമില്ലാതെ ഫേവറബിൾ ടൈം തന്നെയാണ്. ഇപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 15 വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കണം. ആകെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അഷ്ടമശനി എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടുന്നു ശനി വക്രത്തിലാവുന്നതോടെ. അപ്പൊ എന്താണ്, പൊതുവെ നിങ്ങൾക്ക് ഒരു സമാധാനം, തൊഴിലിനായിരിക്കും ഒരു സമാധാന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇത്ര നാളും അഷ്ടമത്തിലുണ്ടായിരുന്ന ശനി നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്തൊക്കെയുണ്ട് സമാധാനം, എന്തൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ല എന്തെങ്കിലും തടസ്സങ്ങള്, വരുമാനം ഉണ്ടായിരുന്നു പക്ഷെ നേരെ കിട്ടാത്ത പാട്, അല്ലെങ്കിൽ കിട്ടേണ്ട തുക കിട്ടാതെ വരും. 100 കിട്ടേണ്ട അടുത്ത് 20 കിട്ടുക, അല്ലെങ്കിൽ 100-നുള്ള പണി ചെയ്യുമ്പോൾ 30 രൂപ, 50 രൂപ, 60 രൂപയൊക്കെ കിട്ടുന്നു. നമുക്ക് അങ്ങനെ പൂർണ്ണത ഇല്ലാതെ ഒരു പ്രശ്നം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം ഇത്രം ഗ്രഹങ്ങൾ മാറി, എനിക്ക് വ്യാഴമായി, എനിക്ക് അനുകൂല ഫലം വന്നില്ല, രാഹുഗതികൾ അനുകൂലം വന്നില്ല. ആകെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്ന എന്തായിരുന്നു, ഈ ശനിയായിരുന്നു. അഷ്ടമത്തിൽ ശനി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരികയും ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ശനി എന്ത് ചെയ്യുന്നു, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നതും തടസ്സങ്ങൾ ഉണ്ടാക്കി തരുന്നതൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അത്യാവശ്യം അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെയാണ് കർക്കിടക രാശിക്ക് പ്രദാനം ചെയ്യുക എന്ന് പറയാം. 2, 5, 10 ഭാവത്തില് ശനിയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തന്നെ പൊതുവെ കടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഒന്ന് ഭദ്രമാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. മനസ്സിലുണ്ടാവുന്ന ദുഃഖങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു വരും, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ആവും. നമുക്ക് സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും, നല്ല ശുഭചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തെ കൈവരിക്കാൻ സാധിക്കും. ഇപ്പൊ ഈ കർക്കിടക രാശിയെ സംബന്ധിച്ചോളം ഈ ശനി വക്രഗതിയിൽ വരുന്നത് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക. ആ ദോഷഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ട് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് അനുകൂലമായ കാലഘട്ടത്തിലേക്കാണ് നയിക്കുക. ജോലിയിലൊക്കെ ആയാലും നിങ്ങൾക്ക് ആ ജോലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക. ഒരു തൊഴിലില്ലായിരുന്നെങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള യോഗം ഒക്കെ നമുക്ക് പറയാവുന്ന സമയമാണ്. പൊതുവെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോടെ പോവുക, ശുഭചിന്തയോടെ മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇത്ര നാളെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് കർക്കിടക രാശിയില് പറയുന്നത്. ചിങ്ങരാശി അഥവാ ചിങ്ങല്ലേ, അപ്പൊ ഇവർക്ക് എന്ന് പറയുന്നത് ശനി യോഗകാരകനൊന്നുമല്ല അല്ലെ. കർക്കിടകം ചിങ്ങരാശിക്കാർക്കൊന്നും എന്താണ്, ശനി യോഗകാരകനൊന്നുമല്ല. ഇപ്പൊ ചിങ്ങത്തെ സംബന്ധിച്ചും യോഗകാരകനൊന്നുമല്ല. 6ാം ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത്. 7ാം ഭാവത്തിനാണ് അല്ലെ, കേന്ദ്രാവധിയാണ് ശനി എന്ന് പറയുന്നത്. 7ാം ഭാവാധിപനായ ശനി എന്താണ്,
ഏഴിൽ വക്രത്തിലാണ് വരിക. ശനി ഗുണഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക. 1, 4, 9 ഭാവങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് അല്ലെ. 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുക. കണ്ടകശനിയാണ് അല്ലെ. അപ്പൊ ആ കണ്ടകശനിയൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും. നോക്കുകയാണെങ്കിൽ വ്യാഴം ഇവർക്ക് അത്ര അനുകൂലത്തിലൊന്നല്ല അല്ലെ. വ്യാഴം ഇവർക്ക് 10ാം ഭാവത്തിലാണ് വരിക. അത്ര അനുകൂല ഭാവത്തിലൊന്നല്ല വരിക. അപ്പം പൊതുവെ രാഹുകേതുക്കളും അത്ര അനുകൂലമൊന്നുമല്ല. മറ്റു ഗ്രഹങ്ങളെയൊക്കെ നോക്കുകയായാലും ഒരു ആവറേജ് ഒക്കെ രീതിയിലൊക്കെയാണ് പോവുക. അപ്പം ശനിയുടെ ഈ വക്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ശുഭ ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പൊ മാസഫലമൊക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പൊതുവെ ഒരു അല്ലെങ്കിൽ ദോഷഫലങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇന്ന് അതിനൊക്കെ ഒന്ന് സമാധാനിക്കാൻ ശനിയുടെ വക്രത്തിൽ വരുമ്പോൾ ഒരു സഹായമായി ലഭിക്കും. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. ഓരോ കാര്യങ്ങൾ ശരിയാക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വ്യക്തമായ തീരുമാനം എടുക്കാനൊക്കെ ഈ ശനി സഹായിക്കും. ശനിയുടെ വക്രഗതി നിങ്ങളെ സഹായിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അത് ശുഭമായിരിക്കും. പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അത് എന്താണ് ഭൂരിപക്ഷം അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാവുക. പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു മാറ്റത്തിലേക്കാണ് നയിക്കുക. ഓക്കെ, നമ്മൾ പിന്നെ അത് എങ്ങനെ കാഴ്ച കാണുന്നത് അല്ലെ എങ്ങനെ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലുണ്ട് അതിന്റെ വ്യത്യാസം. എന്നിരുന്നാൽ ആ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. ചിങ്ങത്തിന്റെ സമയമായി അല്ലെങ്കിൽ ചിങ്ങത്തിന് ആ ഒരു സമയമായി വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത് പല കുഴപ്പങ്ങളില്ലാതെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ അല്ലെങ്കിൽ മാറ്റിത്തരുന്ന ശനിയാണ്. ദുഃഖങ്ങൾ മാറിക്കിട്ടും, മനദുഃഖം മാറും. അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ കുറയ്ക്കാൻ സഹായിക്കും. ചില കാര്യങ്ങൾ വസ്തുക്കളായാലും ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. അതെന്തു തന്നെയാവാം. ചിലപ്പോൾ നല്ല സൗഹൃദമാവാം, ചിലപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് സംഭവം എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലമതിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും. എന്തും ആവാം. നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് തിരിച്ചു എത്തിക്കാൻ സഹായിക്കും ഈ ശനി വക്രഗതി എന്ന് പറയുന്നത്. കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങള്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇല്ലായ്മ, ഇതൊക്കെ എന്ത് ചെയ്യും പയ്യെ കുറച്ച് നമുക്കൊരു അനുകൂലാവസ്ഥ സൃഷ്ടിച്ചെടുക്കാനൊക്കെ സഹായിക്കും. അതേപോലെ ആരോഗ്യ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യ കാര്യങ്ങളൊക്കെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആക്കി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ശരിയാക്കി ഒന്ന് ക്യൂറായി ഇരിക്കാൻ സഹായിക്കും. എത്രയൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ വരില്ല എന്ന് ഞാൻ പറയില്ല. എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ എന്ത് ചെയ്യാം പരിഹരിക്കാൻ ശേഷം വക്രത്തിൽ നിൽക്കുമ്പോൾ സഹായിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ വന്നാലും എന്ത് ചെയ്യാം, നിങ്ങളൊരു പൂർണ്ണമായ ആത്മവിശ്വാസം വെക്കുക. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം എനിക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. ആരൊക്കെ എന്റെ എതിർത്ത് നിന്നാലും ശനി എന്റെ കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കുക. എന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉണ്ടായ പ്രശ്നമായിരിക്കാം എന്ന് ചിന്തിക്കുക. അല്ലെ അതിന് വലുതെന്ന് വരാൻ നിന്നതാണ്. എന്റെ കാഠിന്യം കുറയ്ക്കാൻ ശനി സഹായിച്ചതാണ് എന്ന് ചിന്തിക്കുക. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 4.5 മാസം നിങ്ങൾക്ക് ശനി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നല്ല നല്ല തീരുമാനം എടുക്കാൻ പറ്റും. സോ അത് എടുക്കാൻ ശ്രമിക്കുക. കാരണം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞ് തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുമോ? ചുമ്മാ ഇരുന്ന് തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് പണിക്ക് പോകണമെന്ന് തീരുമാനിച്ചു, നാളെ വീട്ടിൽ കയറി ചുമ്മാ ഇരുന്നിട്ട് തീരുമാനം കൊണ്ടുപോകാൻ പ്രയോജനം ഉണ്ടോ? ഇല്ല. സോ നടത്തിയെടുക്കാൻ നിങ്ങളും കൂടി പരിശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു ആക്ഷൻ അല്ല, നിങ്ങളത് ചെയ്യണം. പോണല്ലേ, ഒരു ആക്ഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. നാളെ തൊട്ട് ജോലിക്ക് പോകണം, നാളെ തൊട്ട് പഠിക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാനില്ല, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്. ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ നടത്തിയാലേ സാധിക്കുള്ളൂ. അത് നടത്തിയാൽ എന്താണ് ബെനിഫിറ്റ്? ഇപ്പൊ ശനി ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഫലം പ്രദാനം ചെയ്യാൻ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾ അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിങ്ങളൊന്ന് വരുന്നതിനകത്ത് ഇടാൻ ശനിക്ക് ഇപ്പൊ സാധിക്കും. നല്ലത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നല്ലത് വരട്ടെ. കന്നിരാശി അഥവാ കന്നിലഗ്നം. കന്നിരാശി സംബന്ധിച്ചാൽ ശനി എന്ന് പറയുന്നവർക്ക് 5, 6 ഭാവത്തിന് അല്ലെ. ഇത് നോക്കുകയാണെങ്കിൽ യോഗകാരകനാണ് ശനി എന്ന് പറയുന്നത്. ശനി എന്ന് പറയുന്നത് യോഗ ഗ്രഹമാണ് കന്നിക്ക്. ഇപ്പം എന്താണ് 3, 8, 12 ഭാവങ്ങളിലേക്കാണ് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ വ്യാഴവും അനുകൂലമായി
ശുഭദൃഷ്ടി ചെയ്യുന്ന സമയമാണ്, ശുഭമായിട്ട് നിൽക്കുന്ന ടൈമാണ്, അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന സമയം തന്നെയാണ്. പൊതുവെ എന്താണ് 6ാം ഭാവത്തിൽ യോഗകാരകൻ 6ൽ നിൽക്കുന്നത് അല്ലെ, വക്രത്തിൽ വരുന്നത് അനുകൂല ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക. പ്രശ്നങ്ങള്, കടങ്ങള്, തടസ്സങ്ങളൊക്കെ എന്ത് ചെയ്യും, അതിനെയൊക്കെ ശരിയാക്കാൻ സഹായിക്കും. എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെയൊക്കെ ശരിയാക്കിയെടുക്കാൻ അല്ലെ റീവർക്ക് ചെയ്യാൻ സഹായിക്കും. കടങ്ങളുണ്ട്, അത് അടയ്ക്കാൻ സഹായിക്കും. തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നു, ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അതിനെയൊക്കെ മറികടക്കാൻ സഹായിക്കും. നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. അതേപോലെ നിങ്ങൾക്ക് പല മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ മുമ്പിൽ പല മാർഗങ്ങൾ നിരത്തി തരും. നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം ഏത് വേണമെന്ന്, എന്നിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പം ഇങ്ങനെ വരുമ്പോ ശരിയാക്കും, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോ ശരിയാക്കും. നിങ്ങൾ പോകുന്നു, നിങ്ങൾ പോകുമ്പോൾ യാത്രക്കിടയിൽ പോകുമ്പോൾ ഇപ്പൊ മരക്കാരൊക്കെ ആവേണ്ട എന്തൊരു മരം വീണ് കിടക്കുന്നു, ഒരു ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ ഒരു മരം വീണ് കിടക്കുന്നു, മരം വീണ് കിടക്കുമ്പം ശരിദേവൻ അവിടെ വന്ന എന്താണ്, ശരിദേവന്റെ ആയുധം കൊണ്ട് വന്ന് ഇത് വെട്ടി മാറ്റി സൈഡിലേക്ക് മാറ്റി നിങ്ങൾ കടന്നു പൊക്കോളാമെന്നല്ല പറയുന്നത്. എന്ത് ചെയ്യും, നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ വരി എടുത്ത് സ്വീകരിച്ച് പോകാനുള്ള ഓപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാള് കൂടി ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ ആ മരം വെട്ടിമുറിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കറ്റിയോ കൊടാനോ എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ തന്നെ ആയുധം ആരെങ്കിലും എടുത്തു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക ഏത് ഓപ്ഷൻ വേണമെന്നല്ലോ. ഒരു ഉദാഹരണം പറയുന്നതുള്ളൂ, ഇതായിട്ട് കണ്ടിട്ടുണ്ട്, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ കോഡിഷനിലെ ഓപ്ഷൻസ് തരുന്ന പോലെ 4 ഓപ്ഷൻസ്, 4 5 എത്ര ഓപ്ഷൻസ്, അതിന് ഡിപ്പെൻസ്. എന്ത് ചെയ്യും, ഓപ്ഷൻസ് തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. ഇതിന് ഞാൻ എങ്ങനെ പരിഹരിക്കണം, ഈ തടസ്സങ്ങൾ ഞാൻ എങ്ങനെ മറികടക്കണം, ഈ കടം ഞാൻ എങ്ങനെ കുറയ്ക്കണം. ഈ ശനിയുടെ ദൃഷ്ടി നമുക്ക് എന്താണ്, അനുകൂല ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക. 3, 8, 12 ഭാഗങ്ങളിലേക്കാണ് വരിക. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെലവൊക്കെ ഒന്ന് വർദ്ധിക്കും. എന്നിരുന്നാലും ആ ചെലവ് നമുക്ക് അനുകൂലമായ ചെലവുകൾ, വാഹനം വാങ്ങുന്നതാവാം, നമുക്ക് അങ്ങനെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. ഇനി ആ ചെലവ് ചിലപ്പോൾ നമ്മളെ കടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ചെലവായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെലവ് ഒന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കന്നിരാശിയെ സംബന്ധിച്ച് അനുകൂലമായ ഒരു നല്ല സമയമായിട്ട് കണക്കാക്കാവുന്ന സമയമാണ് കന്നിരാശിയെ സംബന്ധിച്ചോളം ഈ ശനി വക്രഗതിയിൽ വരിക. എന്നിരുന്നാലും നിങ്ങൾക്ക് പുതിയൊരു കാര്യത്തിലായിട്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് കണ്ടിച്ച് തൊഴിലായെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അതിന് മുമ്പോട്ട് ചെയ്യാൻ നല്ലതാണ്. ഇനി പുതിയൊരു തൊഴിൽ മാറുക, അല്ലെ തൊഴിൽ വിട്ടിട്ട് ഞാൻ പുതിയൊരു ബിസിനസ് ചെയ്യാം, അല്ലെ ഈ ബിസിനസ് മാറ്റി വേറൊരു ബിസിനസ് തുടങ്ങാം, അല്ലെ ഇപ്പോൾ ഉള്ള പാർട്ണറെ ഒഴിവാക്കി പുതിയൊരു പാർട്ണേഴ്സിനെ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനെങ്കിൽ അത്ര അനുകൂലമല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുലാം രാശി അഥവാ തുലാ ലഗ്നം, ഇവർക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി സഞ്ചരിക്കുമ്പോൾ എന്ത് ഫലങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് 4, 5 ഭാവാധിപനാണ് അല്ലെ. 4, 5 ഭാവാധിപൻ 5 നിങ്ങൾക്ക് തുലാം രാശിയെ സംബന്ധിച്ചാൽ യോഗഗ്രഹമാണ് ശനി എന്ന് പറയുക. കേന്ദ്രാധിപതി ത്രികോണാധിപതിയുമായ ശനിയാണ് അല്ലെ. കേന്ദ്രാധിപതി ത്രികോണാധിപതിയാണ് ശനി എന്ന് പറയുന്നത് ഇവർക്ക്. ഇപ്പോൾ എന്താണ് ചെയ്യുക, എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. തുലാരാശിയെ സംബന്ധിച്ചോളം ഈ ശനി വക്രഗതി വരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സൂചനയാണ്, സിഗ്നൽ ബോർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നൊരു സൂചനയാണ്. അതേപോലെ തന്നെ ജീവിത പങ്കാളികൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അപ്പം മാക്സിമം സംസാരം ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. അനാവശ്യ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതേപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുറക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പറ്റിയ സമയമൊന്നും അല്ല കേട്ടോ. പ്രത്യേകിച്ചും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ നിൽക്കുകയാണ്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ തക്കാലം 4 മാസത്തേക്ക് മാറ്റി വെച്ചോളൂ എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. എന്നാൽ ഇപ്പൊ എന്താണോ ഉള്ളത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്താൽ വലിയ കുഴപ്പമില്ല. ജോലിയൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് ജോലിയൊക്കെ അന്വേഷിക്കാവുന്നതാണ്, കുഴപ്പമില്ലാതെ മുന്നോട്ട് നോക്കി കാണാവുന്നതാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. 4ാം ഭാവാധിപനാണ് അല്ലെ വക്രഗതിയിൽ വരുന്നത്. അപ്പം പൊതുവെ ശരീരത്തിനൊക്കെ ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഭാരമൊക്കെ കൂടും. അതേപോലെ തന്നെ മനസ്സിന് ദുഃഖമൊക്കെ ഉണ്ടാക്കി തരാൻ സാധ്യതയുണ്ട്.
എന്തൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് കാര്യം തന്നെയായാലും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എന്ത് സാധനവും എന്ത് കാര്യവും നിങ്ങൾ സമാധാനത്തോടെ ക്ഷമയോടെ പൊരുമയോടെ എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യുക. അപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാക്കത്തിലാവുമ്പോൾ നമുക്ക് എന്ത് കാര്യം ചെയ്താലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് വാഹന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. വാഹന കാര്യങ്ങൾ ഓടിക്കുമ്പോഴായാലും അത് കൈകാര്യം ചെയ്യുമ്പോഴായാലും വാഹനം റിലേറ്റഡ് എന്ത് കാര്യം ചെയ്താലും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങൾക്ക് എന്താണോ സേഫ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സേഫ് ആണ് തോന്നി നിങ്ങൾ ചെയ്യില്ല, ഇത് പാടില്ല. അല്ലാതെ പൊതുവെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് തോന്നുന്നേക്കാം. ബട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അയ്യോ അത് ചെയ്യുന്നത് റിസ്ക് ആണോ, വിട്ടേക്കത് വേണ്ട, അതിപ്പോ നിങ്ങൾ ഈ 4.5 മാസത്തേക്ക് ചെയ്യേണ്ട, അത് മാറ്റി വെച്ചോ. അതായിരിക്കും നിങ്ങൾക്ക് ഈ ശനി വക്രത്തിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ ബോർഡാണ് ഇവിടെ വെച്ചേക്കുന്നത് അല്ലെ, ഒരു സിംഗിൾ ആണ്. ആ സിംഗിൾ അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അതല്ല അതിനെ തെറ്റായിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എന്തൊരു കാര്യം ശ്രദ്ധയോടെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുക. എന്തൊരു കാര്യം പറയാമെങ്കിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കൂളായിട്ട് ഡിസിഷൻസ് എടുക്കുക. സമാധാനം പരിശീലിക്കുക. സമാധാനം പരീക്ഷിച്ചെടുക്കുന്നതാണ് അല്ലേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. 5ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പം പൊതുവെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശനി ഇവർക്ക് 2, 7, 11 ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുക കേട്ടോ. വൃശ്ചിക രാശി അഥവാ വൃശ്ചിക ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3, 4 ഭാവാധിപനാണ് അല്ലെ ശനി എന്ന് പറയുന്നത്. വൃശ്ചികം എന്ന് പറയുന്നത് കുജന്റെ ക്ഷേത്രമാണ് അല്ലെ, കുജന്റെ ക്ഷേത്രമാണ്. വൃശ്ചികത്തിന് ശനി എന്ന് പറയുന്നത് കേന്ദ്രാപതിയാണ് അല്ലെ, കേന്ദ്രാപതി വക്രത്തിലാണ് വരിക. വൃശ്ചിക രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃശ്യമുണ്ട് അല്ലെ. ശനി ദൃഷ്ടി എന്ന് പറയുന്നത് 3, 7, 10 ശനിയുടെ ദൃഷ്ടിയുണ്ട്, വ്യാഴ ദൃഷ്ടിയുണ്ട്. അപ്പൊ വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി സമയത്ത് വരുന്നത് നല്ലതാണ്. പൊതുവെ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കേണ്ട ഒരു രാശിയാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ജൂൺ 29 ശേഷം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രതിസന്ധി ഒരു സമാധാനം അങ്ങനെ ചിന്തിക്കാം. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുക. എന്നുവെച്ചാൽ കേന്ദ്ര ഭാവാധിപനാണ്, കേന്ദ്രഭാവാധിപൻ ശനി വക്രത്തിൽ വന്നിരിക്കുകയാണ്. അനുകൂല ഫലമാണ് പ്രദാനം ചെയ്യുക. കണ്ടക ശനിയാണെന്ന് അതിൽ നിന്നൊക്കെ ഒരു മുക്തി അല്ലെ, ഇതിൽ നിന്നൊക്കെ ഒരു സമാധാനം ലഭിക്കും. പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് പ്രധാന. ഇപ്പം ഗുരുവിന്റെ ദൃശ്യം ശനി ദൃശ്യം കൂടി വന്നേക്കുവാണ്. അപ്പം വ്യാഴത്തിന്റെ ദൃശ്യം എന്താണ്, പൊതുവെ വൃശ്ചികത്തിലേക്കുണ്ട്. അപ്പൊ തന്നെ എന്താണ് ഒരു നല്ല അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യാൻ വ്യാഴം റെഡിയായിട്ട് നിൽക്കുവാണ്. ആകെ ഉണ്ടെന്ന് അർദ്ധാഷ്ടമ ശനിയുടെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു, അത് മാറി എന്താണ് വക്രഗതിയിൽ വരുമ്പോൾ അനുകൂലം, കുഴപ്പമില്ല. അപ്പൊ ഈ 2 ഗ്രഹവും കൂടി വൃശ്ചികത്തിലെ നോക്കുവാണ്. ഞാൻ വ്യാഴവും അനുകൂലമായി ഫലം പ്രദാനം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. ശരിയും ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഒരു റിലാക്സ് ഫീൽ ആയിരിക്കും. നിങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്. ശനിയൊക്കെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കല്യാണം വരെ നടക്കാൻ യോഗമുള്ള സമയമാണ്. വിദേശ യോഗം പറയാവുന്ന സമയമാണ്. 1, 6, 10 ഭാവങ്ങളിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. ഒരു വർഷത്തിൽ എന്താണ് ഈ രാശിയുടെ ഗ്രഹം തന്നെ അല്ലെങ്കിൽ ശനി വക്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ എന്താണ് വൃശ്ചിക രാശിയെ നോക്കുന്നു. അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുക. ഈ 29 ശേഷം നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി കാര്യങ്ങളൊക്കെ ആവേശം കൂടും. നമ്മള് പെട്ടെന്ന് ഇത്ര നാളും പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഫ്യൂച്ചർ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, അതിനൊരു ആവേശം നമ്മുടെ ഉള്ളിൽ വരും. നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയാലും ഒരു അന്വേഷണമൊക്കെ നമുക്ക് തോന്നിയാവുന്ന സമയമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് അനുകൂല സമയമാണ്. ഭവനയോഗം പറയാവുന്ന സമയമാണ്. ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അനുകൂലമായ സമയമാണ്. ശനിയുടെ വക്രഗതിയിലുള്ള ദൃശ്യം എന്താണ് വ്യാഴത്തിന്റെ ദൃശ്യം കൂടിയാണ് വരിക. അതുപോലെ വിദ്യാർത്ഥികളൊക്കെ ഫ്യൂച്ചർ ലൈഫൊക്കെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യുകയും
നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ മത്സര പരീക്ഷയിലായതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ കരിയർ നോക്കുകയാണെങ്കിൽ നല്ല അനുകൂലമായ കരിയറാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൃശ്ചിക രാശിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടൈമാണ്. ഈ കിട്ടിയ അനുകൂല ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെ നല്ല സമയം കിട്ടുന്ന വരില്ല. അപ്പൊ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ പറയും നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫലങ്ങൾ പ്രദാനം ചെയ്യില്ല. അന്നേരം നമ്മൾ നന്നായി പരിശ്രമിക്കും. നല്ല ഫലം പ്രദാനം ചെയ്യുമ്പോൾ നല്ല ഫലം പ്രദാനം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ട ഞാൻ വിളിച്ചു. അങ്ങനെ ചെയ്യില്ല. മാക്സിമം കിട്ടാൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എത്രമാത്രം നിങ്ങൾക്ക് ഈ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുമോ. ഈ ജൂൺ 29 ശേഷം 12:35 രാവിലെ 12:35 ശേഷം ജൂൺ 29 എത്ര മാത്രം സമയത്ത് ഉപകരിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ മാക്സിമം ശനി വക്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിലായോ? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് ബെനിഫിറ്റ് കിട്ടും. യൂട്ടിലൈസ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് തന്നെയാണ് കുഴപ്പം. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വിവാഹം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് വിവാഹം നടത്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കാൻ സാധിക്കും. വിദേശത്ത് പെട്ടെന്ന് ചിലപ്പോൾ പോകാൻ സാധിച്ചു വരിക. അതേപോലെ വാഹനയോഗം നമുക്ക് പറയാം. ആരോഗ്യ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക, മറക്കണ്ട. മനസ്സിലായെന്ന് വിചാരിക്കണം. നല്ല സംഭവിക്കട്ടെ. ധനുരാശി അഥവാ ഇവരെ കുറിച്ച് നോക്കുവാണെങ്കിൽ 2, 3 ഭാവാധിപനാണ് അല്ലെ. അപ്പൊ ധനു എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ രാശിയാണ്. വ്യാഴം എന്താണ്, ധനുവിന് 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 2, 3 ഭാവാധിപനായ ശനി 3 നിൽക്കുന്നുണ്ട്. 3 ശനി വലിയ ശല്യമൊന്നും ചെയ്യില്ല. 4 സർപ്പം നിൽക്കുന്നുണ്ട്. എന്നാൽ ഗുണഫലമാണോ, പൂർണ്ണ ഗുണഫലമാണോ ചോദിച്ചാൽ അല്ല. കാരണം മറ്റു ഗ്രഹങ്ങളും കൂടി എന്താണ്, നമുക്ക് പൂർണ്ണ അനുകൂലമാണ് അല്ലെ. ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ശനി വക്രഗതിയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഫലം എന്ന് പറയുന്നത്. ഈ വ്യാഴം നമുക്ക് 6ലാണ് അല്ലെ. 6ലെ വ്യാഴമാണ് നമുക്ക് 2ലേക്ക് ദൃഷ്ടി ചെയ്യുക. നമുക്ക് കൊടുക്കൽ വാങ്ങല്, കടം കൊടുക്കൽ വാങ്ങലൊക്കെ കുഴപ്പമില്ല, അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യും. പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ പെട്ടെന്ന് വിവാഹമൊക്കെ നടത്താം, യോഗമല്ല, വിവാഹമൊക്കെ നടത്താമെങ്കിൽ നടത്താൻ പറ്റിയ സമയമാണ്. കടം കൊടുക്കൽ വാങ്ങുന്നതൊക്കെ അനുകൂലം സമയമാണ്. ഇന്നിരുന്ന് ആളെ പിടിച്ച് വൈക്ക് പോണ എല്ലാവരും പിടിച്ചെന്നില്ല കടം കൊടുക്കാൻ നിൽക്കൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. ആവശ്യത്തിന് കടം കൊടുക്കുകയും വാങ്ങുകയൊക്കെ പറ്റിയ സമയമാണ്, കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്, ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് 5, 9, 12 ഭാവങ്ങളിലേക്കാണ് വരിക. ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാതെ ഇരിക്കുക. ചിന്തിച്ച് ശ്രദ്ധയോടെ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക. അത് മാത്രമേ ധനുരാശിയോട് പറയാനാണെങ്കിൽ ഉള്ളൂ. നിങ്ങൾ വേറെ കാര്യങ്ങൾ ഓർത്ത് പ്രത്യേകം ടെൻഷൻ നിൽക്കേണ്ട. വേറെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ബാധിക്കല്, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയാണ് നിൽക്കുക. സോ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക, ഒരു കാര്യത്തിൽ സ്പീഡിൽ ഒരു തീരുമാനം എടുക്കണ്ട. എന്ത് കാര്യം ചിന്തിച്ച് ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോവാ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതെ പോകും കേട്ടോ. പൊതുവെ നോക്കിയാൽ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഈ ഒരു ശനി വക്രഗതിയിലാവുമ്പോൾ. ഈ ശനി വക്രഗതി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലം എന്ന് പറയാം കേട്ടോ. മകരരാശി അഥവാ മകരരാശി അഥവാ മകരല, ഇവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ് കുറെ വീഡിയോസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇവർക്ക് ശനി വക്രത്തിൽ വരുന്നത് നല്ലതാണോ? ശനി എന്ന് പറയുന്ന ഇവർക്ക് ആരാണ്? രാശിനാഥനാണ് അല്ലെ. രാശിനാഥനാണ് എന്താ വക്രത്തിൽ 2ൽ വരുന്നത്. അത്ര അനുകൂലമാണോ? അത്ര അനുകൂലമല്ല. പക്ഷേ വ്യാഴം ഇവർക്ക് അനുകൂലമാണ്. വ്യാഴം 5ലാണ് അല്ലെ. വ്യാഴം അനുകൂലമായിട്ട് നോക്കിയാണ്. ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അതേപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിലും കുജനും ശുക്രനും ബുധനും ഒക്കെ അവർക്ക് അനുകൂലമായി തന്നെയാണ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഈ വക്രത്തിൽ വരുന്ന ശനി തരുന്ന ചെറിയ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ടേക്ക് കെയർ, ഒന്നുകൂടി എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും ശനി വക്രത്തിൽ വരുമ്പോൾ.
അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. പുതിയ നല്ല നല്ല അവസരങ്ങൾ വരും. നല്ല നല്ല അവസരങ്ങൾ കൊണ്ടുവരും. ഈ വ്യാഴം കൊണ്ടുവന്ന അവസരങ്ങൾ നമുക്ക് നഷ്ടമായി പോകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായ ആ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മുമ്പിൽ ഒരു അവസരം വരുമ്പോൾ അത് നമുക്കുള്ള അവസരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാവും, അല്ലെ? ആ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ അവസരം നമ്മുടെ കയ്യിൽ പോകും. ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് കുജൻ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, നല്ല സപ്പോർട്ടൊക്കെ തരും. നമുക്ക് നല്ല സഹായങ്ങൾ ലഭിക്കും. ബുധൻ നമുക്ക് നല്ല അറിവ്, വിവേകത്തെയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും. ശുക്രൻ നമുക്കിവിടെ നിന്ന് ഭാഗ്യം, നമുക്കൊരു അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാക്കി തരും. സോ ഇവരെല്ലാം നമുക്ക് അനുകൂലമായി നിന്ന് നമുക്ക് ഓരോ കാര്യവും ചെയ്യാൻ സഹായമായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ചെയ്യാം. അതുപോലെ നല്ല കൂട്ടുകെട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കോ ഇവര് മോശമാണ് എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയും. ചിലപ്പോൾ നമുക്ക് അനുകൂലമായി നമ്മളെന്ന് വെച്ചാ ജീവനായി നിൽക്കുന്നവരായിരിക്കാം. എന്നിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയി? നമ്മൾ കുറെ ഫേക്ക് ഫ്രണ്ട്സിനെ നമ്മൾ കൂടെ കൊണ്ടു നടക്കും. അതൊക്കെ മനസ്സിലാക്കുക. ആരാണ് നമ്മുടെ മിത്രം, ആരാണ് നമ്മുടെ ശത്രു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം മുമ്പോട്ട് പോവുക. കാരണം അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും. നിങ്ങളിപ്പോ ജീവിതത്തിൽ അനുഭവിച്ചു ഒന്നുമല്ല, ഇനി അനുഭവിക്കാൻ പോകുന്നതാണ് അനുഭവം എന്ന് വിചാരിച്ചു പോകും. സോ ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് ട്രാക്കിൽ ചെയ്യുക. എന്താണ് നിങ്ങളുടെ അവസരം കൃത്യമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു സഡൻ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കണം. ശനി എന്ന് പറയുന്നത് ഇവിടെ 4, 8, 11 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വക്രത്തിൽ നിങ്ങൾക്ക് ശനി നമുക്ക് അമിതമായ ഓവർ തിങ്കിങ് ഉണ്ടാക്കി തരും. അനാവശ്യമായ ഓവർ തിങ്കിങ് ഉണ്ടാക്കി തരും. ഈ ഓവർ തിങ്കിങ് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഈ വരുന്ന ഓപ്പർച്യൂണിറ്റിയെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാനോ ഇതൊക്കെ പറ്റിയെന്ന് വരില്ല. സോ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. മനസ്സ് നമ്മൾ സമാധാനമായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ, അത് എനിക്ക് വേണ്ടിയുള്ള അവസരമാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. മോർണിംഗ് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ല നല്ല ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ എന്തൊരു കാര്യവും നിങ്ങൾക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. മകരരാശിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്തൊരു കാര്യവും എന്തൊരു വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. നല്ല ഫലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യസമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ. ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്താലുള്ള കാര്യമുള്ളൂ, അല്ലെ? പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കണമെങ്കിൽ ആ അപേക്ഷ വെക്കാൻ പറഞ്ഞ സമയത്ത് അപേക്ഷ വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെ? ഇപ്പം ഓണബമ്പർ അടിക്കണം എങ്കിൽ ആ ഓണബമ്പറിന് അനുവദിച്ച് തന്ന സമയത്തല്ലേ നമ്മൾ എടുത്തിട്ട് കാര്യമുള്ളൂ. അടിച്ചു കഴിഞ്ഞിട്ട് പോയി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കൊന്നുമില്ല. ഇപ്പൊ ഒരു ക്രിക്കറ്റ് സെലക്ഷൻ ഉണ്ടെങ്കിൽ ആ സെലക്ഷൻ പീരീഡിലല്ലേ നമ്മൾ അപേക്ഷ വെച്ചിട്ട് കാര്യമുള്ളൂ. എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ എക്സാം പീരീഡിൽ പോയി എഴുതിയിട്ടല്ലേ കാര്യമുള്ളൂ. അത് എഴുതിച്ച് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയായിരിക്കും, പിന്നീട് വീട്ടിൽ വന്നിരുന്ന് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റ് വാല്യൂ ചെയ്യുമോ? ഇല്ല. സോ എന്തൊരു കാര്യത്തിനും കൃത്യമായ സമയമുണ്ട്, അല്ലെ? കൃത്യമായ സാഹചര്യമുണ്ട്. അത് മനസ്സിലാക്കി കൃത്യമായി നമുക്ക് കിട്ടുന്ന അവസരം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് കൃത്യ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുക, കൃത്യ സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. മനസ്സിലായോ? നമ്മുടെ കൂടെ കൃത്യമായ ആളുകളെ നിർത്തുക. നമുക്ക് അനുകൂലമായ ആളുകളെ നിർത്തുക. നമ്മുടെ നല്ല ഫ്രണ്ട്സുകൾ, നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ് മനസ്സിലാക്കുക. എല്ലാ കാര്യം ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മകരരാശിയെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങൾ വരുന്നില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ഇത്ര നാൾ നഷ്ടപ്പെട്ട സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഞാൻ പറഞ്ഞിട്ട് മകരരാശിക്ക് ഇങ്ങനെ പയ്യെ പയ്യെ എന്ത് ചെയ്യാണ്? ആ ഒരു ദോഷഫലങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളും കൂടി അതിനുള്ള പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പറേഷൻ എടുക്കുക. ഇത്ര നാൾ അനുഭവിച്ചൊക്കെ മറക്കുന്ന ആളാണ്. എന്നിട്ട് നിങ്ങൾ ഒന്ന് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ശാന്തതയോടെ ചിന്തിച്ച് ഓരോ ചുവടും സൂക്ഷ്മതയോടെ നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ് മനസ്സിലാക്കുക.
നമ്മുടെ അവസരങ്ങൾ കൃത്യമാക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മകരരാശിക്ക് കുഴപ്പമില്ല കേട്ടോ. കുംഭരാശി അഥവാ കുംഭൽ, ഇവരെ സംബന്ധിച്ചോളം ജന്മശനിയാണ് അല്ലെ. ജന്മശനി അല്ലെങ്കിൽ ശനി വക്രത്തിൽ വരുമ്പോൾ ജന്മശനിയാണ്. ജന്മശനി പൊതുവെ നമ്മുടെ കരുത്ത് എന്താണ് പരിശോധിക്കുന്ന ശനിയാണ് അല്ലെ. അപ്പൊ അത് വക്രത്തിൽ കൂടെ വരുമ്പോഴോ ഒന്നിന് പുറകെ ഒന്നായിട്ട് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു പരീക്ഷണം കാരണം അത് കഴിഞ്ഞ് അടുത്ത പരീക്ഷണം വരും. സോ ഈ ടൈമിൽ എന്ന് പറയുന്നത് ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ പരിശോധന വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് മറ്റു ഗ്രഹങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഒരു തരത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലതാണ്. മറ്റു ഗ്രഹങ്ങൾ നല്ല സ്ഥലത്തൊക്കെയാണ് നിൽക്കുന്നത്, കുഴപ്പമില്ല. നടക്കുന്ന വിഷയങ്ങൾ അതേപടി വിട്ടാൽ ഓക്കെയാണ്. പക്ഷെ അതിനിടെ നമ്മുടെ അഭിപ്രായം, നമുക്കതിലൊരു തലകടത്തൽ അതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നത്തിലേക്കൊക്കെ വരിതിരിക്കുക എന്ന് പറയുന്നത്. കുംഭരാശി എന്ന് പറയുന്നത് പൊതുവെ നല്ല സ്ട്രോങ് ആയ രാശിയാണ്, റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറായിട്ടുള്ള രാശിയാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അത് അതേ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മുടെ കരുത്ത് എന്താണ് പരിശോധിക്കാൻ വന്നേക്കുക, നമ്മുടെ കരുത്ത് പരിശോധിക്കാൻ വന്ന് നമ്മൾ വെറുതെ വിടുവോ? നമ്മുടെ കരുത്ത് എന്താണ് കാണിച്ചു കൊടുക്കണ്ടേ? എന്നാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നമുക്ക് ഓരോ പരീക്ഷണം നടക്കുന്ന എന്തിനാ? നമ്മുടെ ജീവിതം അടുത്ത പടിയിലേക്ക് ഉയരാൻ വേണ്ടിയാ അല്ലേ. നമ്മുടെ ജീവിതം അടുത്ത പടിയിലേക്ക് പോകുന്ന നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷ എന്തിനാ? നമ്മുടെ കരുത്ത് എന്താണ്, നമ്മുടെ ആ ബ്രെയിൻ കപ്പാസിറ്റി എന്താണ്, എന്നാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? +1 +2 പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ +1 +2 പോകാൻ പറ്റുള്ളൂ. +1 +2 പരീക്ഷ നടത്തുന്നത് എന്തിനാണ്? അവിടെ നമ്മുടെ കരുത്ത് പരിശോധനയല്ലേ. നിങ്ങളുടെ അടുത്ത ഹയർ സ്റ്റഡീസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ അത് പാസ്സാവണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കരുത്ത് പരിശോധിക്കുക. അപ്പൊ നീറ്റ് പരീക്ഷ എന്തിനാ? നിങ്ങൾക്ക് MBBS പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് പഠിക്കാനുള്ള കരുത്തുണ്ടോ എന്നൊരു പരിശോധനയല്ലേ. അപ്പൊ ആ പരിശോധന പാസ്സായാൽ മാത്രമല്ലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് കിട്ടുക, കിട്ടുന്ന നല്ല മാർക്ക് വേണം അല്ലേ. അപ്പൊ നമുക്ക് ആ കരുത്ത് പരിശോധനയാണ്. അതുപോലെ ജീവിതത്തിന്റെ നമ്മുടെ കരുത്ത് പരിശോധനയാണ് നമ്മുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി. സോ അങ്ങനെ വിശ്വസിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് കുറെ പേർ സങ്കടം ഉണ്ടാവാം, ചില പേർക്ക് ദുഃഖങ്ങൾ ഉണ്ടാവാം, കുറെ പ്രതിസന്ധികൾ നിങ്ങൾ ഇപ്പൊ തന്നെ മറികടന്നുണ്ടാവാം, കുറെ പരിശോധന ഓരോ ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒത്തിരി സഹിച്ചിട്ടുണ്ടാവാം. സോ ഇതൊക്കെ എന്തിനാണ് മനസ്സിലാക്കുക? നിങ്ങളുടെ ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയാണ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിനൊക്കെ മറികടക്കാൻ സാധിക്കും. ഇപ്പൊ ഒന്ന് വിചാരിക്കണ വെച്ചാൽ നമുക്കൊരു ചലഞ്ച് തരിക എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് അത് പറ്റുമെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് തരുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റൂലാത്ത ചലഞ്ചസ് ആരെങ്കിലും തരുമോ? അല്ലെ ആരെങ്കിലും പരിശോധിക്കുക? അപ്പൊ അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല എന്നൊരു സൂചനയാണ്. സോ കുംഭരാശിയാണ്, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളവരാണ്, നമുക്ക് എന്തും വന്നാൽ അത് നേരിടാനുള്ള കരുത്തുള്ളവരാണ്, നമുക്കത് നേരിടാൻ എന്നുള്ള ചങ്കൂറ്റമുള്ളവരാണ്. ആ ചങ്കൂറ്റം മുറുക്കി പിടിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഈ മാസം അല്ലെങ്കിൽ ഒരു 4.5 മാസം കടത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ റിസ്ക് എടുക്കണം എന്ന് ബോധ്യമുള്ളവരാണ് നിങ്ങൾ. സോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഉണ്ടാകുന്ന ശരീര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒന്നുമല്ല. പിന്നെ ഈ ശനി വക്രത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തരില്ല. മനസ്സിലായോ? നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മൾ റിസ്ക് എടുക്കണമെന്ന് ചിന്തയുള്ളവരാണ്. സോ ശനി വലിയ തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തരില്ല. പക്ഷെ നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണുന്നതിലുണ്ട്. മനസ്സിലായോ? അതെങ്ങനെയാണ് നോക്കിക്കാണുന്നതിലെന്നുണ്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആ ഫലം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് ആ രീതിയിലായിരിക്കും ആ പ്രശ്നം വരിക. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആയിരിക്കും. ബട്ട് അത് പാടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാക്കി തരും. അതായിരിക്കും ഈ ഒരു 4 മാസം എന്ന് പറയുന്നത് ശനി വക്രത്തിലാകുമ്പോൾ. അപ്പൊ എന്ത് കാര്യം എങ്ങനെ നോക്കി കാണുന്നു, നിങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ കുംഭരാശിക്കാരിൽ കുംഭലഗ്നക്കാരിൽ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് അത് എങ്ങനെ കരുത്തിയെടുക്കാൻ സാധിക്കും. ആ ഒരു ചിന്താഗതി, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. മീനരാശി അഥവാ മീനന് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ശനി വക്ര രാശി വരുമ്പോൾ എന്ത് ഫലമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീനത്തെ സംബന്ധിച്ചോളം ഏറശനി തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അത് മാത്രല്ല ശനി എന്ന് പറയുന്ന ഒരു യോഗ ഗ്രഹമൊന്നുമല്ല. അപ്പൊ ഈ യോഗഗ്രഹം അല്ലാത്ത ശനി ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും?
ഏഴശനി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് അലച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം ജീവിതത്തില്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. നിങ്ങളിപ്പോ ഒന്ന് ചിന്തിക്കാൻ ഒന്നും നടക്കേണ്ട കാര്യത്തിന് ചിലപ്പോ ഇപ്പൊ തന്നെ 2-3 തവണ നടന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ദുഃഖം, പ്രതീക്ഷിക്കാതെയുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ. നമ്മൾ തന്നെ വിചാരിക്കും ഞാൻ ഇപ്പൊ എന്താ ദുഃഖിച്ച്, ഇത്ര വലിയ വിഷയമായിരുന്നോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് മനസ്സിന്റെ ഭാരം പോലത്തെ ഒരു അവസ്ഥ, കുറെ ചെലവുകൾ ഉണ്ടാവുക, നമുക്ക് എങ്ങനെ നോക്കിയിട്ട് ആ ചെലവ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മൊത്തത്തിലൊരു എന്താണ് ഒരു പ്രശ്നങ്ങള് ഒക്കെ ഇങ്ങനെ പയ്യെ പയ്യെ ആയിട്ട് വന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. മീനത്തിനെ സംബന്ധിച്ചിടത്തോളം ശനി വക്രത്തിൽ വരുന്നത് നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക, പെട്ടെന്ന് വിവാഹം നടക്കുക, പെട്ടെന്ന് ഓരോ യാത്രകൾക്കൊക്കെ പോകാൻ സാധിക്കുക, ഇത് പറ്റുന്ന സമയമാണ്. നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ പെട്ടെന്ന് വന്ന പോലത്തെ അവസ്ഥ, നല്ല വിവേകം നമുക്ക് കിട്ടുക, കൃത്യസമയത്ത് നമുക്ക് ചിന്താശേഷി ലഭിക്കുക. ചിന്താശേഷി ലഭിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട സമയത്ത് വിനിയോഗിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ചില വിദ്യകൾ അറിയാം, പക്ഷെ അത് കൃത്യസമയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതിനൊക്കെ കൃത്യമായ നല്ല അനുകൂലമായ സമയമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ബലം വെച്ച പോലത്തെ അവസ്ഥ, അത് ആരോഗ്യവശാൽ മാത്രമല്ല കേട്ടോ, മനസ്സിന് നമുക്കൊരു ബലം വെച്ച ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ഈ ബലം എന്ന് പറയുമ്പോൾ ശരീരമൊക്കെ നന്നായി നല്ല രീതിയിലുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് പൊതുവെ ഒരു ബലം, നമുക്ക് പല ബലങ്ങളുണ്ട് അല്ലെ. ആത്മബലം ആവാം, മനസ്സിന്റെ ആവാം, നമുക്കൊരു സപ്പോർട്ടിന് ഒരാളുടെ ഒരു ബലം ആവാം, ആരോഗ്യം വെച്ചാലുള്ള ബലം ആവാം, അങ്ങനെ പല തരത്തിലാവാം. അതുപോലെ തന്നെ പ്രതീക്ഷ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. പ്രതീക്ഷ ഒരുപാട് മിക്ക കാര്യങ്ങൾ തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. പുതിയ പുതിയ അവസരങ്ങൾ പെട്ടെന്ന് വരിക, നമ്മൾ ഓർക്കപ്പുറത്തൊക്കെ ഓരോ കാര്യം. ഇപ്പൊ നമ്മൾ ജോലി അന്വേഷിക്കുകയാണ്, പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് നമുക്കൊരു ലെറ്റർ, അല്ലെങ്കിൽ നമ്മളൊരു ആളെ കാണാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവരെ കണ്ടാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ വിളിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പരിചയമില്ലാത്ത ഒരാൾ പോയി അല്ലെങ്കിൽ വേറൊരാളെ ചിന്തിക്കാൻ അങ്ങനത്തെ അല്ല, നമുക്ക് പരിചയമുള്ളവരാണ്, അവരെ വിളിച്ചാൽ നമുക്ക് ജോലി കിട്ടും. അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ കമ്പനിയാണ്, വിളിച്ചാൽ ആ കമ്പനി ജോലി കിട്ടിയാൽ ഞാൻ ചോദിച്ചാൽ കിട്ടും. അപ്പൊ കുറെ നാളായാലും ജോലി അന്വേഷിച്ച് നടക്കുന്നു എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരിക. പറഞ്ഞു വക്ര ശനിയാണ്, പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. ശനി സ്പീഡിൽ ഓരോ കാര്യങ്ങൾ നടത്തുവാണ്. സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കും. അതൊക്കെ കൃത്യമായി വിനിയോഗിക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നു, എന്ത് മനസ്സിലാക്കണം, അത് വളരെ പ്രധാന ഒരു ഘടകമാണ് കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങളെ ജീവിതത്തിൽ നടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്താണ് സ്വീകരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത്, അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വിവാഹം നടക്കും. ഇത്ര നാളും വളരെ നാളായിട്ട് ആഗ്രഹിച്ച് നടക്കുവായിരുന്നു, പക്ഷെ ഒരു വിവാഹം നടക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് പെണ്ണ് കിട്ടുക, അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടുക, അല്ലെങ്കിൽ വിവാഹമൊക്കെ ഒത്തുപോയി പെട്ടെന്ന് വിവാഹം നടക്കുക. ആൾക്കാരെ പെട്ടെന്നായില്ലോ എന്നൊരു ചിന്ത, പെട്ടെന്ന് യാത്രയൊക്കെ പോകാൻ അവസരം കിട്ടുക, വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവസരങ്ങൾ ലഭിക്കുക. പിന്നെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ആരോഗ്യ കാര്യം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ വരാൻ വക്രത്തിന് ശനിയായുണ്ട്. പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഓർമ്മ വെക്കേണ്ടത് വെച്ചാൽ ജീവിതം നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് സ്വീകരിക്കുന്നത്, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. മനസ്സിലാക്കാൻ നിങ്ങൾ ഓക്കെയാണ്. ഇനി ഈ ഫലം ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്താണ്, ശനിയുടെ ദശയായിരിക്കണം. ഇനി അല്ല ശനിയുടെ ദശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക. അത് മാത്രമല്ല വക്രത്തെ അല്ലെ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ 5, 6, 7 പോട്ടെ 10-20 അല്ലെങ്കിൽ 10-15 ഇത്ര നോക്കിയാൽ മതി. 10-15% ആക്കിയാൽ നമ്മുടെ ലൈഫിൽ എന്ത് തരുമോ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ. അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ശനിയുടെ ദശ ആയിരിക്കണം, അല്ലെങ്കിൽ അപകാരം നടക്കണം. ഇനി അതിലെ ശനി നല്ല പൊസിഷനിലായിരിക്കണം നിൽക്കാൻ നമുക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അതല്ലെങ്കിൽ ശനി ശുഭ ദൃഷ്ടിയില്ല, ശുഭഗ്രഹ ദൃഷ്ടിയില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ജാതകത്തില്. നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട്, നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത്, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ, പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ,
രാഹു കേതുക്കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണ് നിൽക്കുക. അതുപോലെ തന്നെ ശനിയെ ദുർബലമാക്കിയ സ്ഥാനത്താണ് ശനി നിൽക്കുക. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു പൊതുഫലം മാത്രമാണ്. നമ്മുടെ ജാതക പരിശോധനയുടെ മാത്രമേ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയൊക്കെയാണ് പൊതുവെ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശികളുടെ ഫലം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സംശയമുണ്ട് താരെ കമന്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യാനും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിലും വഴിപാടും നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം കൂടെ ഇതിൽ എഴുതുവാണെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ. പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പേര് നക്ഷത്രം അടുപ്പിച്ച് എഴുതാതെ ഒന്ന് അകത്തി എഴുതുക. പേര് എഴുതി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നക്ഷത്രം ശ്രമിക്കുക കേട്ടോ. അതാണ് നമുക്ക് പേര് നക്ഷത്രം എഴുതിയെടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എളുപ്പമായി വരിക കേട്ടോ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണ മനസ്സിലായിരുന്നു. നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരികട്ടെ, ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ. അപ്പോൾ മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.